മഞ്ചേരി കാട്ടുങ്ങലിൽ സ്വർണ്ണാഭരണ വ്യാപാരികളെ ആക്രമിച്ച് 117 പവൻ സ്വർണം കവർന്ന കേസിൽ 2 പ്രതികൾ പിടിയിൽ. തിരൂർക്കാട് കടവത്ത് പറമ്പ് വീട്ടിൽ ബാലന്റെ മക്കളായ സിവേഷ്, ബെൻസു എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ മൂന്നാമതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. കവർച്ച ചെയ്യപ്പെട്ട നിഖില ബാംഗിൾസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ സിവേഷാണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ. സ്ഥാപനത്തിലെ സ്വർണം ജില്ലയിലെ വിവിധ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചുവരുന്നതും ഇയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഇയാൾ ആസൂത്രണം നടത്തി. സഹോദരനായ ബെൻസുവിനെയും മറ്റ് പ്രതികളെയും വിവരങ്ങൾ അറിയിച്ച ശേഷം കവർച്ചയ്ക്ക് പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങളും ആളുകളും കുറവായതിനാൽ ഈ സമയത്താണ് കവർച്ച നടത്താൻ പ്രതികൾ തീരുമാനിച്ചത്. ആസൂത്രണം ചെയ്തതനുസരിച്ച് സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ വരുന്നവരെ കടകളിൽ വെള്ളം കുടിക്കാനായി കയറിയിറങ്ങി കൂട്ടുപ്രതികൾക്ക് ആക്രമിക്കാൻ സൗകര്യമൊരുക്കി നൽകി. ആളൊഴിഞ്ഞ ഭാഗത്ത് സ്കൂട്ടർ നിർത്തി മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ രക്ഷപ്പെടുന്നത് കണ്ട് സംശയം തോന്നിയ ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷിർ പ്രതികളെ പിന്തുടർന്ന് ബൈക്കിന്റെ ഫോട്ടോ എടുത്ത് മഞ്ചേരി പോലീസിന് കൈമാറിയത് കേസിൽ നിർണായകമായി. മഞ്ചേരിയിൽ ഇന്നലെ വൈകി നടന്ന ഒരു ഗോൾഡ് റോബറി, അപ്പോൾ അത് ഇന്നലെ തന്നെ ഡിറ്റക്റ്റ് ആക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു 6:30 ആ സമയത്ത് നടന്നിരുന്ന ആ റോബറിയിൽ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിക്കവറി നടപടികളടക്കമുള്ള കാര്യങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. അതിലൊരു ബെൻസുവിനെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്നാമതൊരാളെ നടപടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ കസ്റ്റഡിയിലുണ്ട്. ഇവർ 3 പേരും ആ ഒരു സാഹചര്യം, വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞ സമയം, പ്രത്യേകിച്ച് നോമ്പുകാരുടെ സമയമെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. അതിൽ ഏറ്റവും സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിന് കാരണം ഒരു സിവിലിയൻ, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. അയാളുടെ പേര് മുഹമ്മദ് മുൻഷിൻ. അദ്ദേഹമാണ് ഈ സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിൻ്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ആക്ടിൽ നിന്ന് നമുക്കത് സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോലീസിന് പറ്റി. വാഹനം ട്രേസ് ചെയ്യുന്ന അടക്കവും മറ്റ് തുടർന്നുള്ള നടപടികളെല്ലാം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Yes.